അനിത കൊലക്കേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലുണ്ടാകും. നിറഗർഭിണിയായ അനിതയെ കൊലപ്പെടുത്തിയത് അവരുടെ കാമുകൻ പ്രബീഷും കാമുകന്റെ മറ്റൊരു കാമുകി രജനിയും ചേർന്നായിരുന്നു. ഈ സംഭവം നടന്നത് 2021 ജൂലൈ 9-നാണ്. ആ സംഭവത്തിൻ്റെ ദുരൂഹതകളും ചുരുളുമഴിച്ചത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ്, ശ്രീ ബൈജു. അദ്ദേഹത്തെ കോടതി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും നല്ല കാര്യമാണ് ചെയ്തതെന്ന് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രതി പ്രബീഷിന് വധശിക്ഷയും രണ്ടാം പ്രതിക്ക് അതുപോലെ തന്നെ കടുത്ത ശിക്ഷയുമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായത് രണ്ടാം പ്രതി രജനിയുടെ അമ്മ മീനാക്ഷി നൽകിയ മൊഴിയാണ്. മീനാക്ഷിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് ഈ കൊലപാതക സംഭവത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാം. മീനാക്ഷി 2021 ജൂലൈ 9 രാത്രി അർദ്ധനഗ്നയായി പൂർണ്ണനഗ്നയായി ഒക്കെ ഈ അനിതയെ കാണുന്നുണ്ട് അബോധാവസ്ഥയിൽ. ഇത് കൃത്യമായി സ്വന്തം മകള് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും മീനാക്ഷി പോലീസിനോട് പറഞ്ഞു, അത് കോടതിയിലും പറഞ്ഞു. ഇനി സംഭവത്തിലേക്ക് കടക്കാം. അനിത ഒരു ഫാം ഹൗസിലെ തൊഴിലാളിയായിരുന്നു. കായംകുളത്തായിരുന്നു അനിത ജോലി ചെയ്തിരുന്നത്. 2 മക്കളും ഭർത്താവും സകുടുംബം സന്തോഷത്തോടെ താമസിച്ചിരുന്ന അനിത ജോലി സ്ഥലത്ത് വെച്ച് പ്രബീഷ് എന്ന യുവാവുമായി പ്രണയത്തിലാകുന്നു. പ്രണയം വഴിവിട്ടു പോകുന്നു. പ്രണയം വഴിവിട്ടുപോയി അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതിലൊന്നും ആർക്കും തർക്കമൊന്നും ഉണ്ടാകില്ല. ആർക്കും എപ്പോഴും അങ്ങനെ സ്വന്തം കുടുംബത്തേക്ക് ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനെ അനിത പ്രബീഷിനൊപ്പം കോഴിക്കോടേക്ക് തിരിക്കുന്നു. കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലായി അവർ 2 വർഷം വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ ആലത്തൂരിലെ കൃഷി ഫാമിലായിരുന്നു അനിത ജോലി ചെയ്തിരുന്നത്. ഈ സമയത്ത് ഈ 2 വർഷത്തിനിടയിൽ അവസാന സമയമാകുമ്പോൾ അനിത പ്രബീഷിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ച അനിതയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഈ പ്രബീഷ് എന്ന ക്രൂരൻ അനിത ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ, അതായത് 2 വർഷവുമായി അനിതയുമായി ബന്ധപ്പെടുമ്പോഴും അനിതയെ ഒപ്പം താമസിപ്പിക്കുമ്പോഴും ആലപ്പുഴയിലെ കൈനികരയിലുള്ള രജനിയുമായും അവിഹിത ബന്ധം പുലർത്തിയിരുന്നു. ഈ രജനിക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു ഭർത്താവുമുണ്ട്. അങ്ങനെ രജനിയുമായും അനിതയുമായും ഒരേ സമയം ഈ കാമുകനായ പ്രബീഷ് ബന്ധം പുലർത്തിയിരുന്നു. അനിതയ്ക്ക് അറിയാം രജനിയുമായുള്ള പ്രബീഷിൻ്റെ ബന്ധം അനിത എതിർത്തതുമില്ല. അനിത ഒന്ന് മാത്രം ആവശ്യപ്പെട്ടു, എന്നെ പ്രസവിക്കാൻ അനുവദിക്കണം, നീ എന്നെ കല്യാണം കഴിക്കണം. രജനിയുമായുള്ള നിന്റെ ബന്ധത്തിന് ഞാൻ തടസ്സമല്ല, നീ രജനിയുമായി ബന്ധപ്പെടുന്നതിൽ എനിക്ക് വിരോധവുമില്ല എന്ന് അനിത പറഞ്ഞു. പക്ഷേ രജനിക്ക് നിർബന്ധം, അനിതയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അവളുടെ ഗർഭം അലസിപ്പിക്കണം. ഇതായിരുന്നു രജനിയുടെയും പ്രബീഷിൻ്റെയും പ്ലാൻ. അങ്ങനെ പ്രബീഷ് ഇതിന് തക്കം പാർത്തിരിക്കുകയായിരുന്നു. രജനിയുമായി കൂടിയാലോചിച്ച് എന്ത് ചെയ്യാം, എങ്ങനെ ഇത് ഒഴിവാക്കാം എന്നൊക്കെയായിരുന്നു അവരുടെ ആലോചന. അങ്ങനെ ഒടുവിൽ ആലത്തൂരിൽ ജോലി ചെയ്തിരുന്ന അനിതയെ കൈനികരയിലേക്ക് കൊണ്ടുവരുന്നു പ്രബീഷ്. അവിടെ വെച്ച് വിവാഹം കഴിക്കാമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ ഗർഭിണിയാണ്, നിറഗർഭിണിയായ അനിത ഏറെ പ്രതീക്ഷകളോടെ പ്രബീഷിൻ്റെ അടുക്കൽ കൈനികരിയിലെത്തുന്നു. കൈനികരിയിൽ നിന്ന് ബൈക്കിൽ ഈ പ്രബീഷ് രജനിയുടെ വീട്ടിലാണ് അനിതയെ എത്തിക്കുന്നത്. അവിടെ വെച്ച് 3 പേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ രജനിയും പ്രബീഷും ചേർന്ന് അനിതയെ ശ്വാസം മുട്ടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അത് ആ സമയത്തുള്ള കാഴ്ചകളാണ് മീനാക്ഷി എന്ന് പറയുന്ന രജനിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയതും കോടതിയിൽ പറഞ്ഞതും. അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും അനിത മുറിയിൽ കിടപ്പുണ്ടായിരുന്നു അബോധാവസ്ഥയിൽ. അങ്ങനെ അനിത അബോധാവസ്ഥയിലായപ്പോൾ രജനിയും പ്രബീഷും കരുതി ഈ അനിത മരിച്ചുപോയി, ഇനി എങ്ങനെയെങ്കിലും ഡെഡ് ബോഡി ഒഴിവാക്കണം, മറവ് ചെയ്യണം. അതിനും അവർ ആസൂത്രണം നടത്തി. എന്നിട്ട് രജനിയുടെ നിർദ്ദേശാനുസരണം പ്രബീഷ് ഈ ബോഡി തോളിലേറ്റി നേരെ കൈനഗിരി പുഴയൊക്കിൽ കൊണ്ടുവന്നു. അവിടെ ഒരു ഫൈബർ വള്ളം കിടപ്പുണ്ടായിരുന്നു. വള്ളത്തിനകത്ത് ബോഡി എടുത്ത് ഇട്ടു. അനിതയുടെ ശരീരം ഗർഭാവസ്ഥയിലുള്ള യുവതിയെ അബോധാവസ്ഥയിലാണ് വള്ളത്തിലിടുന്നത്. അപ്പോഴും ഇവർ കരുതിയിരുന്നത് ഈ അനിത മരിച്ചുപോയെന്നാണ്. പക്ഷേ ദൈവം ഈ സത്യത്തെ വിസ്മരിക്കില്ല, ഇവർ ചെയ്ത ക്രൂരതയെ പിന്തുണയ്ക്കുകയുമില്ല എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ക്രൈം അന്വേഷണ സൈറ്റുകളിലൊക്കെ. അപ്പോൾ ഈ പ്രബീഷിന് തുഴയാനറിയില്ല, വള്ളം തുഴയാനറിയില്ല. അങ്ങനെ ഇവൻ കൂടി വള്ളത്തിൽ കയറിയപ്പോൾ വള്ളം മറിഞ്ഞു. അനിതയുടെ ബോഡി വെള്ളത്തിൽ വീഴുകയും ചെയ്തു. എന്നാൽ പിന്നെ ബോഡി വെള്ളത്തിൽ വീണല്ലോ, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ്
മറ്റെന്തെങ്കിലും ഉപായം കണ്ടെത്താം, അവൾ പുഴയിൽ വീണ് ചത്തുപോയി എന്നെങ്കിലും പറയാമെന്ന് പറഞ്ഞ പ്രബീഷും രജനിയും അവിടെ നിന്ന് തടി തപ്പുന്നു. പിന്നീട് പോലീസ് നടത്തിയ നിർണായകമായ അന്വേഷണം. പിറ്റേ ദിവസം ബോഡി കരക്കടിയുന്നു. നിറഗർഭിണിയാണ്. ഇവരുടെ ശരീരത്തിൽ മുറിവേറ്റതിൻ്റെ പാടുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ചുള്ള മരണം. പക്ഷേ ഈ പാടുകളൊക്കെ എങ്ങനെ വന്നു എന്ന അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തി പ്രബീഷും രജനിയുമാണ് പ്രതികളെന്ന്. 4 വർഷം മുമ്പ് മലയാളക്കരയെ ആകെ ഞെട്ടിച്ച ഗർഭിണിയുടെ കൊലക്കേസിലാണ് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം കോടതി വിധി പ്രഖ്യാപിച്ചത്. ജീവപര്യന്തവും വധശിക്ഷയും.